Hello friends, welcome to Kaabus world. ഇന്ന് അനിഴം 5-ാം നാൾ പൊന്നോണം. ഇനി അനിഴ വിശേഷങ്ങളുമായി പതിവ് പോലെ തന്നെ ഞാനും എൻ്റെ വലിച്ചനും കൂടി രാവിലെ തന്നെ പൂ പറിക്കാൻ പോയി. അതുപോലെ തന്നെ ഇന്നത്തെ അത്തപ്പൂക്കളത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് നമ്മൾ ഒരു കുട പോലെ വെക്കുന്ന ഒരു ചടങ്ങും കൂടിയുണ്ട് ഈ 5-ാം നാളിൽ. ഇന്നത്തെ ദിവസം ചെമ്പരത്തി പൂവിനൊരു പ്രത്യേക സ്ഥാനമാണുള്ളത്. ഇന്നത്തെ പൂക്കൾ പഞ്ചഭൂതങ്ങളായ വായു, ജലം, ഭൂമി, അഗ്നി, ആകാശം എന്നിവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഓണത്തിൻ്റെ മുഖമുദ്രയിൽ വിശേഷപ്പെട്ട ഒന്നാണ് വള്ളംകളികൾ. അതിൽ പേരുകേട്ട വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി. അത് ഉത്രട്ടാതി നാളിലാണ് നടക്കുന്നത്. അതിനു മുമ്പുള്ള ചെറു വള്ളംകളികൾ നടക്കുന്നത് ഇന്നേ ദിവസം അനിഴം നാളിലാണ്. അപ്പം ആദ്യം നമ്മൾ വെക്കുന്നത് മുക്കുറ്റി, ഗണപതി സങ്കല്പമായ മുക്കുറ്റി പൂവാണ് വെക്കുന്നത്. പൊന്നോണത്തിൻ്റെ 5-ാം ദിവസമായ ഇന്ന് അനിഴം നക്ഷത്രമാണ്. ഇന്ന് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ചെമ്പരത്തിപ്പൂവാണ് വെക്കുന്നത്. ഇതുകൂടാതെ കുടചൂടൽ ചടങ്ങുണ്ട്. 5-ാം ദിവസം മുതൽ കുട ചൂടും. ഇന്ന് ഒരു കുടയാണ് വെക്കുന്നത്. ഞങ്ങൾ എക്സ്ട്രാ 2 കുടയും കൂടെ വെച്ചിട്ടുണ്ട്. 3 കുടയുണ്ട്. ഇന്ന് ഒരു കുടയെ വെക്കാൻ പാടുള്ളൂ. കൂടാതെ സൂര്യൻ, ചന്ദ്രൻ, 5 മക്കൾ, മൂശട്ട. 5-ാം ദിവസമായതുകൊണ്ട് ഒരു മക്കളെ കൂടി വെക്കും. പൂ വെക്കുന്നതിന് മുന്നോടിയായിട്ട് ചെറിയൊരു വാഴപ്പിണ്ടി നടുക്ക് വെച്ച് ശേഷം ആ വാഴപ്പിണ്ടിയിൽ വേണം ഈ പൂ കുട ചൂടാൻ, കുത്തിവെക്കാൻ. ഭഗവാൻ വന്ന് കുടയെ ചൂടിയിരിക്കും എന്നുള്ളൊരു സങ്കല്പം ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രാദേശികമായിട്ട് ഇതിന് വ്യത്യാസം വരാം. ബേസിക്കൽ ആയിട്ട് ചടങ്ങൊക്കെ ഒരേപോലെ തന്നെ. ഇന്ന് കാബൂസ് വേൾഡിൽ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അതിനു വേണ്ടിയിട്ട് 2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് മൈദ, 750 ഗ്രാം ശർക്കര, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, എള്ള്, ഒരു ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഏലക്കാപ്പൊടി. ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കി അരിച്ചെടുക്കാവുന്നതാണ്. 750 ഗ്രാം ശർക്കരയ്ക്ക് ഏകദേശം 1 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു ബേസണിലേക്ക് അരിപ്പൊടിയും മൈദ, അതുപോലെ നമുക്ക് ഈ ചെറുപഴം ഒന്ന് അടിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം അടിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നീട് ഇതിലേക്ക് തേങ്ങാക്കൊത്തും എള്ളുമാണ് ചേർക്കേണ്ടത്. ഇത് നന്നായിട്ട് നെയ്യിൽ തന്നെ വറുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ തന്നെ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എള്ള്, ഇത് ഓപ്ഷണലാണ്. നെയ്യിൽ വറുക്കണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ നെയ്യിൽ വറുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ ഷുഗർ ഒന്ന് ബാലൻസ് ആവും. എന്നിട്ട് ഒരു തവി വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്കാണ് നമ്മൾ ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളം ചൂടോടുകൂടി തന്നെ ചേർക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം നന്നായിട്ട് ഇളക്കി ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കര എല്ലാം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണ്ണിയപ്പക്കറിയിൽ വറുത്ത് കോരി ഉണ്ണിയപ്പം മാറ്റുന്നത്. അപ്പോൾ 4 മണിക്കൂറിന് ശേഷം ഉണ്ണിയപ്പക്കറിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തവി വെച്ചിട്ട് ഇത് കോരി ഒഴിക്കാവുന്നതാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണമാണ്. നമ്മൾ അത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ബോള് പോലെ ഉണ്ണിയപ്പം പൊങ്ങി വരും. കാണിച്ചു തരാം. ഇപ്പം നല്ല ഓട്ടോമാറ്റിക് ഇത്രയും എണ്ണ നിറച്ചൊഴിക്കുന്നുണ്ട്. ഇത് തന്നെ അങ്ങ് തിരിയും, ഓട്ടോമാറ്റിക്കലി ഇതങ്ങ് തിരിയും. ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് വറുത്ത് കോരി മാറ്റാവുന്നതാണ്. 2nd ട്രിപ്പാണ്. ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മലയാളികളുടെ ട്രഡീഷണൽ സ്നാക്കായ ഉണ്ണിയപ്പം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.